ഈ ലോകം തരുന്ന മഹത്വങ്ങളും ഈ ലോകം തരുന്ന സൗഖ്യവും ഈ ലോകം വെച്ച് നീട്ടുന്ന സമ്പാദ്യങ്ങളുമാണ് ദൈവത്തിൻ്റെ ദാനം എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യഥാർത്ഥ ദാനം യേശുക്രിസ്തുവാണ് എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ ബലിയായി അർപ്പിക്കുവാൻ വിട്ടുതന്ന അവിടുത്തെ സ്നേഹമാണ് ഏറ്റവും വലിയ ദാനമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവിടുത്തെ ആ സ്വർഗീയ ദാനമായ പുത്രനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ അപ്പാ, ഈ സ്വർഗീയമായ ആരാധനയിൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പുത്രനായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ ചൊരിഞ്ഞ സ്വർഗീയ പിതാവിൻ്റെ ദാനമേ, അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ അനുഭവിക്കുന്നു, അങ്ങയുടെ മഹത്വത്തെ ഞങ്ങൾ വർണ്ണിക്കുന്നു, അവിടുത്തെ കൃപകളെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. യഥാർത്ഥ ദാനം അങ്ങാകുന്നു. അപ്പാ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു.
യേശുവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഓ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ നിമിഷം അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല തമ്പുരാനെ. മൺമേരായ ഞങ്ങൾ ഈ ലോകത്തിൽ പാപത്തിന്റെ വഴികളിൽ ലോകം തരുന്ന സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും പിന്നാലെ ജീവിച്ചു തീർക്കുന്നവരാണ്. തിന്മയുടെ വഴികളിലൂടെ പോകരുത് എന്ന് അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് അരുൾ ചെയ്തു. എന്നാൽ തിന്മയുടെ വഴികളാണ് എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആസ്വദിക്കുന്നത്. നിന്റെ സഹോദരനെ നീ സ്നേഹിക്കണമെന്ന് കൽപ്പനയായി അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ എന്നെ പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത് എന്ന് അങ്ങ് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. ലോകത്തെ സ്നേഹിക്കുന്നവനോടുകൂടെ പിതാവിന്റെ സ്നേഹം ഇല്ല എന്ന് അങ്ങ് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. എന്നിട്ടും ഞങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും ഈ ലോകത്തിന്റെ സുഖങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയായി മാറി. അപ്പാ, കാൽവറിയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പിളർക്കപ്പെട്ട അനുഭവം ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്കും ലോകമോഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നു. യോഗ്യനല്ല തമ്പുരാനെ, യാതൊരു യോഗ്യതയുമില്ലപ്പാ. ലോകത്തിന്റെ വഴികളിലൂടെ പാപത്തിന്റെ പ്രേരണകൾക്ക് വശംവദനായി ജീവിക്കുന്ന ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ യോഗ്യതയില്ലപ്പാ. അങ്ങേ മഹത്വപ്പെടുത്തുവാൻ യോഗ്യതയില്ലപ്പാ. യാതൊരു യോഗ്യതകളും ഇല്ലാതിരുന്നപ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അവിടുത്തെ കൃപകളെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു.
ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, തമ്പുരാനെ, എൻ്റെ ചിന്തകളും നിരൂപണങ്ങളും ഭാവനകളും എല്ലാം ദോഷം നിറഞ്ഞതാണ്. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചിന്തിക്കുക. എൻ്റെ ഭൗതികമായ ഗുണങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചിന്തിക്കുക. നിത്യത എനിക്കൊരു ലക്ഷ്യമല്ലാതെയായിരിക്കുന്നു. ദൈവമേ, അവിടുത്തെ മുന്നിൽ പ്രാർത്ഥനയ്ക്കായി ഞാൻ കടന്നു വരുന്നത് പോലും എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ശത്രുവിനെ ഞാൻ സ്നേഹിക്കാതെ പോകുമ്പോൾ എൻ്റെ ഉള്ളം ലൗകികമായി സന്തോഷിക്കുന്നു. തമ്പുരാനെ, അങ്ങയുടെ വചനം അനുസരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇത് പാലിക്കാൻ ഞങ്ങൾ മാധ്യസ്ഥരാണ് എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. പാപത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ, ബന്ധനത്തിൻ്റെ നടുവിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അങ്ങേ അധരം കൊണ്ട് ആരാധിക്കുന്നുവെങ്കിൽ പോലും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ ദോഷമുള്ളതാണ്. അവിടുത്തെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന അനുഭവം. യേശുവേ, ഇത്രമേൽ പാപപങ്കിലമായ ജീവിതം ഞങ്ങൾ നയിക്കുമ്പോഴും, കൽപ്പന ലംഘിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോഴും, ഞങ്ങളുടെ പാപത്തിന് പകരമായി ഞങ്ങളെ ശിക്ഷിക്കാതിരിക്കുന്ന അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പാ, ഞങ്ങളുടെ കുറവുകളെ കണക്കിടാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കരുതുന്ന കൃപകളെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പാ, ആ കൃപയുടെ വില തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. കാൽവറിയിൽ അവിടുന്ന് ചിന്തിയ രക്തത്തിന്റെ വിലയാണ് ഈ കൃപ എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഓ, സത്യത്തിലും ആത്മാവിലും ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ ദോഷമാ നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമാ നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരു തോട്ടക്കാരൻ
ഒരു അത്തിവൃക്ഷം നട്ടുണ്ടാക്കി. മുന്തിരികൾക്ക് ലഭിക്കുന്ന പരിചരണവും പരിലാളനയുമെല്ലാം അത്തിവൃക്ഷത്തിനും ലഭിച്ചു. മുന്തിരിക്ക് നൽകിയ വളവും വെള്ളവും പോലും അത്തിമരം ഊറ്റിയെടുത്തു. കാലത്തിന്റെ പൂർണ്ണതയിൽ യജമാനൻ ആ തോട്ടത്തിലേക്ക് കടന്നു വരികയാ. ആ തോട്ടത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാ. ഇതാ ആ അത്തിവൃക്ഷത്തിൽ ഫലം കായ്ക്കുന്നില്ല. യജമാനൻ തോട്ടക്കാരനെ വിളിച്ച് നിർദ്ദേശിച്ചു, ഹേ തോട്ടക്കാരാ, നീ നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയ ഈ അത്തിവൃക്ഷത്തിൽ ഫലം കായ്ക്കുന്നില്ലല്ലോ. ഈ മുന്തിരിത്തോട്ടത്തിൽ അത് നിൽക്കാതെ വണ്ണം ഫലം കായ്ക്കാത്ത ഈ അത്തിവൃക്ഷത്തെ വെട്ടിമാറ്റാനായി ആവശ്യപ്പെട്ടു. ഇതാ തോട്ടക്കാരൻ യജമാനന്റെ അടുത്തു നിന്ന് കേഴുകയാ, യജമാനനെ, ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നട്ടുവളർത്തിയ ഒരു അത്തിമരമാണിത്. ഈ അത്തിമരം കായ്ക്കാതെ പോയതിൽ ഞാൻ വേദനിക്കുന്നു. അപ്പാ, യജമാനനെ, ഒരാണ്ടുകൂടെ അതൊന്ന് നിൽക്കട്ടെ, ഒരാണ്ടുകൂടെ ഞാൻ അതിനെ ഒന്ന് പരിചയിക്കട്ടെ, ഒരാണ്ടുകൂടെ ഞാൻ അതിന്റെ ചുവട്ടിൽ അല്പം വളവും വെള്ളവും ഒന്ന് കൊടുക്കട്ടെ, അത് ഫലം കായ്ക്കുമോ എന്ന് പരിശോധിക്കാം. ഓ പിതാവേ, അപ്രകാരം തോട്ടക്കാരനായ ക്രിസ്തുവിന്റെ യാചന അനുസരിച്ച് ജീവൻ നീട്ടിക്കിട്ടപ്പെട്ട അത്തിമരമാണ് ഞാനെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പാ, ഞങ്ങളുടെ ജീവൻ അവിടുന്ന് നീട്ടിത്തന്ന ദാനമാണല്ലോ. ഞങ്ങളുടെ ജീവിതം അവിടുന്ന് ഒരുക്കിയ കൃപയാണല്ലോ. അപ്പാ, ആ കൃപയെ ഞങ്ങൾ അനുഭവിക്കട്ടെ, ആ കൃപയെ ഞങ്ങൾ അനുഭവിക്കട്ടെ. ഒരു ഫലവും കായ്ക്കാതെ പോയ ഞങ്ങളുടെ കഴിഞ്ഞ നാളുകളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീട്ടിത്തന്ന അടുത്ത മണിക്കൂറുകളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല തമ്പുരാനെ, ഞാൻ യോഗ്യനല്ല യേശുവേ. നിൻ നന്മ പ്രാപിപ്പാൻ യാതൊരു യോഗ്യതയുമില്ല തമ്പുരാനെ. യോഗ്യനല്ല യേശുവേ. നിൻ സ്നേഹം പ്രാപിപ്പാൻ ഒരർഹതയുമില്ല തമ്പുരാനെ. പറയുന്നു അപ്പാ, പറയുന്നു ഞാൻ യോഗ്യനല്ല എന്ന് വീണ്ടും ഏറ്റു പറയുന്നു അപ്പാ. ഞാൻ യോഗ്യനല്ല അപ്പാ. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. യേശുവേ, ഞങ്ങളുടെ
തെറ്റുകൾ ഞങ്ങൾ കുമ്പസാരിക്കുന്നു അപ്പ. ഞങ്ങൾ ഏറ്റുപറയുന്നു അപ്പ. ഞങ്ങൾ ഉപേക്ഷിക്കുന്നു അപ്പ. കണ്ണുനീരോടെ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു അപ്പ. നിന്റെ സ്നേഹത്തെ ലാഘവത്തോടെ കണ്ടതിനെ ഓർത്ത് ഞങ്ങൾ കരയുന്നു അപ്പ. യോഗ്യതയില്ല കർത്താവേ, യോഗ്യതയില്ല കർത്താവേ. യേശുവേ, 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 എങ്കിലും നീ സ്നേഹിച്ചുവല്ലോ കർത്താവേ. യേശുവേ, അപ്പാ, നീ സ്നേഹിച്ചല്ലോ കർത്താവേ. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. സ്തുതികളിൽ ഉന്നതനായ തമ്പുരാനെ, ആരാധനയിൽ വസിക്കുന്ന ദൈവമേ, നാൾതോറും അവിടുന്ന് ഞങ്ങളിൽ ചൊരിഞ്ഞു തന്ന എല്ലാ കൃപകളെയും ഓർത്ത്, എല്ലാ സ്നേഹത്തെയും ഓർത്ത്, യോഗ്യതയില്ലാതിരുന്നിട്ടും അവിടുന്ന് ഞങ്ങളെ ചേർത്തണച്ച കൃപകളെ ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേക്ക് സ്തോത്രവും സ്തുതിയും സമർപ്പിക്കുന്നു.
മഹത്വപ്പെടുത്തുന്നു. സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ. ഓ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ പിതാവേ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ആബാ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന കൃപകളെ ഓർത്ത് ഹൃദയം തുറന്നങ്ങേ സ്തുതിക്കുന്നു, മനസ്സ് തുറന്നങ്ങേ ആരാധിക്കുന്നു, ഉള്ളം കൊണ്ടങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഉള്ളം കൊണ്ടങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഹല്ലേലൂയ.